എല്ലാവർക്കും നമസ്കാരം. നമ്മൾ പത്രവാർത്തകളും സോഷ്യൽ മീഡിയയിലെ വാർത്തകളും നമ്മൾ വളരെ ഗൗരവമായി ശ്രദ്ധിച്ചാൽ നമുക്കൊരു കാര്യം മനസ്സിലാകും. പഞ്ചായത്ത് ഇലക്ഷനും നിയമസഭാ ഇലക്ഷനും വരിക. ഇതിനകത്ത് കോൺഗ്രസിനകത്ത് 4 മുഖ്യമന്ത്രി സ്ഥാന മോഹികൾ പ്രത്യക്ഷമായിട്ടും പരോക്ഷമായിട്ടും ചരടുവലി തുടങ്ങി എന്ന് നമുക്ക് മനസ്സിലാകും. 4 നേതാക്കന്മാർ. അതിലൊന്നാമത്തെ കാര്യം നടന്നിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ലെങ്കിലും വലി നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രധാന ആളാണ് ഈ ശശി തരൂർ. രണ്ടാമത്തെ ആളാണ് വി ഡി സതീശൻ. മൂന്നാമത്തെ ആൾ കെ.സി. വേണുഗോപാൽ. നാലാമത്തെ ആൾ രമേശ് ചെന്നിത്തല. ഇതിൽ ഈ രമേശ് ചെന്നിത്തല പ്രത്യക്ഷമായിട്ട് മുന്നിലില്ല, പക്ഷേ ഉണ്ടാവും. ഇങ്ങനെ 4 പേര് കളി തുടങ്ങി. അത് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ നോക്കിയാൽ മനസ്സിലാകും. കഴിഞ്ഞ ദിവസം മനുഷ്യൻ കണ്ടിട്ടില്ലാത്ത ഒരു സർവേ ടീം, കേട്ടിട്ടില്ലാത്ത ഒരു സർവേ ടീം കേരളത്തിലെ മുഖ്യമന്ത്രിയാകാൻ ജനം കാണുന്ന നേതാക്കന്മാരെക്കുറിച്ചുള്ള ഒരു സർവേ എടുത്തപ്പം അതിലേറ്റവും കൂടുതൽ ആൾ പിന്തുണച്ചത് ശശി തരൂരിനെയാണെന്നും പറഞ്ഞ് റിപ്പോർട്ട് വന്നെന്നുള്ളതല്ല അതിനകത്തെ ഒരു വിരോധാഭാസം. ആ റിപ്പോർട്ട് പൊതുജനങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിച്ചത് ശശി തരൂരാണ്. അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ അറിയാൻ ഇടയായ അവതരണം ശശി തരൂരിൻ്റെ. ഇപ്പോൾ അതിൻ്റെ പേര് തർക്കം നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. അതും കഴിഞ്ഞ് പിന്നെ ഓരോരോ വിഷയങ്ങളുണ്ട്, ഇങ്ങനെ തർക്കങ്ങളുണ്ട്. ഇപ്പം തന്നെ നമുക്ക് മനസ്സിലാകും കേന്ദ്രത്തിൽ നിന്ന് കെ.സി. വേണുഗോപാൽ സംസ്ഥാന മുഖ്യമന്ത്രിയാകാനുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട് എന്ന് നമുക്ക് വളരെ ശ്രദ്ധയോടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. അതിൻ്റെ കാരണം ഈ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കാൻ വേണ്ടിയിട്ട് ചില ലീഡിങ് യൂട്യൂബ് ചാനലുകാർ വീഡിയോകൾ ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ ശ്രദ്ധിച്ചത് വീഡിയോകൾ കണ്ടു കഴിഞ്ഞാൽ അറിയാം. ലീഡറായിട്ട് ഒരേ ഒരു നേതാവ് വി ഡി സതീശൻ. ആ വി ഡി സതീശനെതിരെ ആ വി ഡി സതീശന് അനുകൂലമായിട്ട് അവർ വീഡിയോ ഇറക്കുമ്പോൾ തന്നെ കെ.സി. വേണുഗോപാലിനെതിരായിട്ടും വീഡിയോ ഇറക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ വീഡിയോകളെല്ലാം ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയാൽ പണ്ടത്തെ പോലെ പത്രത്തിനൊന്നും ഇപ്പം ജനത്തിൻ്റെ ഹൃദയത്തിലൊന്നും ഒരു സ്വാധീനവും ഇല്ല. ഒരു വാർത്തയുണ്ടായാൽ അതേ സെക്കൻഡിൽ അല്ലെങ്കിൽ ഒരു മണിക്കൂറിനുള്ളിൽ ജനം അറിയുന്ന സോഷ്യൽ മീഡിയയും ദൃശ്യമാധ്യമങ്ങളും ശക്തമായപ്പോൾ, ദൃശ്യമാധ്യമങ്ങളിൽ ടി വിയുടെ മുന്നിലൊന്നും ഇപ്പോൾ ഈ നല്ല പ്രായമുള്ളവരല്ലാതെ ചെറുപ്പക്കാരൊന്നുമില്ല, ഇടത്തരക്കാരൊന്നുമില്ല. അങ്ങനെ ചിന്തിക്കുമ്പം സ്വാഭാവികമായിട്ട് അന്നേരം വാർത്ത അറിയുന്നതുകൊണ്ട് ആളുകൾ പത്രമൊന്നും നോക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി മുന്നിലോട്ടുള്ള ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം വരാൻ പോകുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ്. നമ്മൾ ശ്രദ്ധയോടെ നോക്കുമ്പോൾ കെ.സി. വേണുഗോപാൽ ഇവിടെ വരാതിരിക്കാനുള്ള ശ്രമങ്ങൾ, കെ.സി. വേണുഗോപാലിനെതിരായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടുള്ള വീഡിയോകളൊക്കെ ധാരാളം ഇറങ്ങുന്നു. അപ്പം തന്നെ വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കണം എന്നുള്ള രീതിയിലുള്ള വീഡിയോകളും ഇറങ്ങുന്നു. ഇതിൻ്റെ എല്ലാം പുറകെ നമുക്ക് മനസ്സിലാകും ഈ 4 പേര് കളത്തിൽ കളിക്കുന്നുണ്ട്. 4 പേര്. കെ.സി. വരാതിരിക്കാൻ കളിയുണ്ട്, കെ.സി. വേണുഗോപാൽ വരാതിരിക്കാൻ കളിയുണ്ട്, വി ഡി സതീശനെ ആക്കാൻ കളിയുണ്ട്. ശശി തരൂർ പിന്നെ പുള്ളിയുടെ സ്വന്തം കളിയാണ്. അങ്ങേര് കേരളത്തിനുള്ള മുഖ്യമന്ത്രിയാകാൻ അങ്ങേരായ യോഗ്യനെന്നുള്ളു. പക്ഷേ കൂട്ടത്തിലാരെങ്കിലും കാണണ്ടേ? കൂട്ടത്തിലാരെങ്കിലും ഉണ്ടെങ്കിലല്ലേ ഇതാകാൻ പറ്റുള്ളൂ. അത് പുള്ളിക്ക് മനസ്സിലായിട്ടുമില്ല. വിദ്യാഭ്യാസവും വിവരവും ഒന്നുമല്ല ഇവിടുത്തെ മുഖ്യമന്ത്രിയാകാനുള്ള അടിസ്ഥാനം എന്നുള്ളത് അങ്ങേർക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കേരളത്തിലെ അവസ്ഥകൾ നമുക്ക് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. വിദ്യാഭ്യാസം മന്ത്രിയായിരിക്കാൻ ഒരു പ്രധാന ഘടകമേ അല്ല. വിദ്യാഭ്യാസവും വിവരവും അത് കാര്യങ്ങൾ അറിയാനുള്ള ശേഷിയൊന്നും ആയിരിക്കാൻ ഒരു അടിസ്ഥാന ഘടകമേ അല്ലെന്നുള്ളതാണ് നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥ. അപ്പോൾ സീനിയോറിറ്റി നോക്കിയാൽ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആയിട്ട് ഹൈക്കമാൻഡ് പരിഗണിക്കാൻ സാധ്യതയുള്ളത് രമേശ് ചെന്നിത്തലയാണ്. കാരണം ചെറുപ്രായത്തിൽ തന്നെ അയാൾ MLA MP ഒക്കെ ആയിട്ടുണ്ട്, മന്ത്രിയായിട്ടിരുന്നിട്ടുണ്ട്, കേന്ദ്രത്തിലൊക്കെ നല്ല പിടിയുണ്ട്, എല്ലാ ഭാഷകളും അത്യാവശ്യം അറിയാം, ഹിന്ദിയും ഇംഗ്ലീഷും ഒക്കെ അത്യാവശ്യം നല്ലപോലെ അറിയാം. അങ്ങനെയുള്ള മാനദണ്ഡങ്ങളൊക്കെ നോക്കിയാൽ അത് ഇടയ്ക്കൊന്ന് ഇളകിപ്പിടുത്തൊക്കെ വന്നപ്പോഴത്തേനും 2-3 പേരിവിടെ മത്സരിച്ചപ്പോൾ മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മത്സരിക്കുന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ സീനിയോറിറ്റിയൊക്കെ അതിനകത്തൊരു പ്രധാന ഘടകമാണ്. അത് രമേശ് ചെന്നിത്തലയ്ക്കായിരിക്കും സാധ്യത എന്നൊക്കെ ഒരു വാർത്തകൾ അന്ന് വന്നതാണ്. എന്നാൽ വീണ്ടും അതിപ്പം ഈ നിലമ്പൂരെ ഇലക്ഷൻ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും അത് വി ഡി സതീശൻ മുന്നോട്ട് വന്നു. വി ഡി സതീശൻ മുന്നോട്ട് വന്നപ്പോഴത്തേനും അതുപോലെ തന്നെ കെ.സി. വേണുഗോപാലും മുന്നോട്ട് വന്നു. ശശി തരൂർ എല്ലാ കാലത്തും മുന്നോട്ട് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ KPCC പ്രസിഡന്റ് ആണെങ്കിലും കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം നമ്മൾ ശ്രദ്ധയോടെ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹം പറഞ്ഞത് ഇലക്ഷൻ കഴിഞ്ഞ് MLA മാരെല്ലാം കൂടെ തീരുമാനിച്ച് ഹൈക്കമാൻഡിനെ അറിയിക്കും. അപ്പോൾ KPCC പ്രസിഡന്റിനും അറിയാം ഇവിടെ പ്രശ്നമുണ്ട്.
ഈ കളികൾ നടക്കുന്നുണ്ടെന്ന് എന്ന് പറഞ്ഞാൽ തത്വത്തിൽ അദ്ദേഹം സമ്മതിച്ചിട്ടുണ്ട് ഇവിടെ പ്രശ്നമുണ്ടെന്ന്. അപ്പോൾ തമ്മിലടിച്ചിട്ട് എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന് ഇവരിൽ ആരെങ്കിലുമൊക്കെ തീരുമാനിച്ചാൽ, തമ്മിലടിച്ചിട്ട് എനിക്കില്ലെങ്കിൽ ആർക്കും വേണ്ട എന്ന് ഇവരിൽ ആരെങ്കിലും ഒക്കെ തീരുമാനിച്ചാൽ, അങ്ങനെയാണല്ലോ ഈ കോൺഗ്രസ് മിക്കവാറും ഈ തമ്മിലടിച്ചാണല്ലോ ഉള്ളത് കൊണ്ട് കളയുന്നത്. മിക്കവാറും എല്ലാം തമ്മിലടിച്ച് അവർ കൊണ്ട് കളയുന്നത്. ഇതിപ്പം അവരോട്, നേതാക്കന്മാരോട് പറയട്ടെ, പൊതുജനത്തിൽ നല്ലൊരു ശതമാനത്തിനും ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയാം. പൊതുജനത്തിൽ നല്ലൊരു ശതമാനത്തിനും ഇപ്പോൾ ഈ കാര്യങ്ങൾ അറിയാം. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ നേതാക്കന്മാരോട് പറയട്ടെ, ഈ പ്രാവശ്യവും കൂടെ കോൺഗ്രസ്സിന് കേരളത്തിൽ ഭരണം കിട്ടിയില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുകയല്ലെന്ന് നേതാക്കന്മാർ മനസ്സിലാക്കി വെച്ചോണം. നിയമസഭ സംസ്ഥാനം ഭരിക്കുകയല്ല, ത്രിതല പഞ്ചായത്തുകളിൽ എവിടെയെങ്കിലുമൊക്കെ ഭരണം കിട്ടുമായിരിക്കും. പക്ഷേ നിയമസഭ ഈ പ്രാവശ്യം കൂടെ കിട്ടിയില്ല, ഇനി ഇത് കിട്ടുന്ന വിഷയമില്ല. അത് നേതാക്കന്മാർ മനസ്സിലാക്കി വെക്കണം. ഒന്നാമത്തെ കാര്യം, ചെറുപ്പക്കാരിൽ നല്ലൊരു വിഭാഗത്തിനും രാഷ്ട്രീയത്തിൽ താല്പര്യമില്ലെന്ന് മാത്രമല്ല, ഇന്നത്തെ രാഷ്ട്രീയത്തിൽ ഇവർ മടുത്തു, എന്നതിലും കാണിക്കട്ടെ എന്നുള്ളൊരു വിഭാഗത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ 2026 നിയമസഭാ ഇലക്ഷനിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വരികയില്ല. അത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് അറിയാം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി അറിയത്തില്ലെങ്കിൽ ഒന്നുകൂടെ പറയുന്നു, അടുത്ത പ്രാവശ്യത്തെ ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ പിന്നെ കേരളത്തിൽ കോൺഗ്രസ് സംസ്ഥാനം ഭരിക്കുകയില്ലെന്നുള്ള ഉറപ്പാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പ്രാവശ്യം കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ, 2026 കോൺഗ്രസ് അധികാരത്തിൽ വന്നില്ലെങ്കിൽ LDF അധികാരത്തിൽ വരും ഒന്നുകൂടെ. LDF അധികാരത്തിൽ വന്നാൽ പിന്നെ LDFും BJPയും തമ്മിലായിരിക്കും മത്സരം. 31 കണക്കും പ്രകാരം വരേണ്ടത്. 31 വരെ ഇത് പോകുമെന്നൊന്നും അറിയാൻ പറ്റിയല്ല. അങ്ങനെ പക്ഷേ 31 വരെ പോയാലും പോയില്ലെങ്കിലും ഈ 2026 വരുന്ന ഇലക്ഷനിൽ കോൺഗ്രസ്സിന് അധികാരം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസ് തകരും. ഇതിനകത്ത് കുറേ അഭിപ്രായമുള്ള ചെറുപ്പക്കാർ നേതാക്കന്മാരൊന്നും പിന്നെ നിൽക്കുകയില്ല. 15 വർഷം ഒന്നും അടുപ്പിച്ച് അല്ലെ 3 ടേം ഒന്നും ഭരണമില്ലാതെ ഇത് മുന്നോട്ട് പോവില്ല. അത് ഇവിടുത്തെ പൊതുജനത്തിന് പോലും ഇതറിയാവുന്ന കാര്യമാണ്. അങ്ങനെ വരുമ്പോൾ അതിനകത്തുനിന്ന് നല്ലൊരു ശതമാനം ജനങ്ങൾ, നല്ലൊരു ശതമാനം നേതാക്കന്മാർ പോലും പോകാൻ സാധ്യതയുള്ളത് BJPയിലോട്ടാണ്. അങ്ങനെ പോവുകയാണെങ്കിൽ ഈ 26 കഴിഞ്ഞ് വരുന്ന തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ മത്സരം BJPയും LDFും തമ്മിലായിരിക്കും. ആ മത്സരത്തിൽ 31 ഇലക്ഷൻ നടക്കുന്നെങ്കിൽ, അല്ലെ ആ ഒരു കാലഘട്ടത്തിലൊക്കെ അത് നടക്കുന്നതെങ്കിൽ അത് BJP കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഇടയാകുകയും ചെയ്യും. ഇനി അത് മനസ്സിലാക്കിയാൽ ഈ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കൊള്ളാം. അവർ മനസ്സിലാക്കുവാണെങ്കിൽ കൊള്ളാം. തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും 4 പേര് മുഖ്യമന്ത്രിയാകാൻ വേണ്ടി അങ്ങോട്ട്, അല്ലെങ്കിൽ ശശി തരൂർ ഏതൊക്കെയാലും മുഖ്യമന്ത്രി ആകാൻ പോകുന്നില്ലെന്ന് നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. ശശി തരൂർ അറിയത്തില്ലേലും, പുള്ളിക്ക് അറിയത്തില്ലേലും നാട്ടുകാർക്ക് മുഴുവൻ അറിയാം. പുള്ളിക്കാരനെ മുഖ്യമന്ത്രിയാക്കാൻ ഇവന്മാർ സമ്മതിക്കുകയില്ല. കാരണം ഒന്ന്, പുള്ളി ഇപ്പം തന്നെ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞിട്ട് വിശ്വപൗരം വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ എന്ന്. വിശ്വപൗരം വിശ്വത്തിൻ്റെ കാര്യം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അത്രയും വിദ്യാഭ്യാസമുള്ളവരൊന്നും ഇവിടെ വേണ്ട എന്ന് ആണ്, അത്രയും വിവരമുള്ളവരെ ഒന്നും ഇവിടെ വേണ്ട എന്നുള്ളൊരു പൾസിലോട്ട് അവർ പോകുന്നത്. അപ്പോൾ ഈ LDF ആണെങ്കിലും UDF ആണെങ്കിലും ആര് വന്ന് ഭരിച്ചാലും കേരളത്തിലെ രാഷ്ട്രീയ ചായ്വില്ലാത്ത പൊതുജനത്തിന് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിലും, ഉണ്ടാകാനും പോകുന്നില്ലെങ്കിലും, ഇനി മുന്നിലോട്ട് LDF മാറിയിട്ട് UDF വന്നാലും LDF അവിടെ നിന്നാലും കേരളത്തിലെ രാഷ്ട്രീയ ചായ്വില്ലാത്ത പൊതുജനത്തിന് പ്രത്യേകിച്ച് ഒരു ഗുണം ഉണ്ടാകുകയില്ല ഭാരമല്ലാതെ. കാരണം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനേ ഇപ്പോൾ അടുത്ത സെറ്റ് ആൾക്കാർ വന്നാലും പറ്റുള്ളൂ. അല്ലാതെ പെട്ടെന്നൊരു പ്രസ്ഥാനം തുടങ്ങാനോ പെട്ടെന്ന് ഇവിടുന്ന് വരുമാനം ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും പറ്റിയല്ല. കാരണം ആ രീതിയിലേക്ക് ഈ സംസ്ഥാനം തകർന്നല്ലോ. അങ്ങനെ വരുമ്പോൾ കോൺഗ്രസ്സുകാർ ഈ കാര്യം മനസ്സിലാക്കി വെച്ചിട്ട് ഇത് സംസ്ഥാനത്ത് കോൺഗ്രസ് 2026 തമ്മിലടി വെച്ച് ഭരണത്തിൽ വരാതെ പോയാൽ പിന്നെ ജീവിതത്തിൽ കേരളത്തിൽ കോൺഗ്രസ് ഭരിക്കുകയില്ല എന്നുള്ള കാര്യം കോൺഗ്രസ്സുകാർ മനസ്സിലാക്കണമെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട്, അതുകൊണ്ട് നേതാക്കന്മാരാകാനുള്ള കളിയിൽ ഇപ്പം നിൽക്കാതെ, അല്ലെങ്കിൽ ഈ ഇലക്ഷന് മുമ്പ് തന്നെ പൊതുജനത്തിൻ്റെ മുമ്പിൽ ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഇന്നയാളെന്ന് ധാരണയോടെ നിർത്തണം. അന്നേരം ബാക്കിയുള്ളവർ പിന്നെ വാരാനും സാധ്യതയുണ്ട്. അങ്ങനെ വാരിച്ചയും പ്രശ്നങ്ങളും ഇല്ലാതെ മാന്യമായിട്ട് കൊണ്ടുപോയാൽ മാത്രമേ കോൺഗ്രസ്സിനൊരു ഭാവിയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.